എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയില് കണ്ടതുപോലെ തന്നെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 3 വർഷം കഴിയുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു ചാർട്ട് വരച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തോട്ട് വരുന്നത്. ഈ പാലാഴി എന്ന ഒരു പേര് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആരെങ്കിലുമൊക്കെ അറിഞ്ഞു തുടങ്ങിയത് 2022 ഇന്നേ ദിവസം, അതായത് ഫെബ്രുവരി 15-ാം തീയതിയാണ് പാലാഴി എന്നുള്ളൊരു പേര് ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ വിളിച്ച് തുടങ്ങുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ദിവസത്തിന് പെട്ടെന്നും ഒരു സുപ്രഭാതത്തിൽ വന്നു കയറിയതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ളതാണ്. ഒമാനിൽ ബിസിനസ് ചെയ്യുന്ന സജിച്ചേട്ടൻ വഴിയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ അറിയുമ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട്, അതിനും 2-3 വർഷത്തിന് മുന്നേ ഫേസ്ബുക്കിലുള്ള ഏതൊരു ലിങ്ക് വഴി ഞാൻ അതിൽ ജോയിൻ ചെയ്ത് എറണാകുളത്തുള്ള ഏതൊരു ഏജൻസി എനിക്ക് സ്റ്റാർട്ട് ചെയ്തു തന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ട് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതെന്റെ മെയിൽ ഐ ഡിയിൽ എപ്പോഴും മെയിൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം എനിക്കുള്ള കാര്യം. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടാണ് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ, മൾട്ടി മില്യൺ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ 4-5 അഡ്മിന്മാരുണ്ടായിരുന്നു. അതിൽ അക്കു റോളക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ അഡ്മിനായിരുന്നു. പുള്ളിയായിരുന്നു അതിൻ്റെ മെയിൻ. അക്കു വീഡിയോ കാണുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയില്ല. അക്കുവിന് ചിലപ്പം എന്നെ ഓർമ്മ കാണില്ല, ചിലപ്പം ഓർത്തിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ അന്ന് ആ ഗ്രൂപ്പിൽ. ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ അവിടെ നിന്ന് വിട്ടുപോയതുകൊണ്ട് ചിലപ്പം അക്കു ഓർമ്മിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതിപ്പോ നമ്മൾ ഒരാളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് മുകളിലോട്ട് വരുന്നതെങ്കിലും, ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ടാണ് മുകളിൽ വരുന്നതെങ്കിലും, ചിലപ്പോൾ നമ്മൾ ആ മുകളിലോട്ട് വരുവാനുള്ള ഒരു കാരണം അവരായതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഒരു വിജയം നേടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ സ്നേഹിച്ചവരെയും ഉപദ്രവിച്ചവരെയും ഒക്കെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പടികൾ കയറി വന്നത്. അവരൊക്കെയാണ് നമുക്കൊരു ഊർജം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മളൊരു കൺസൾട്ടന്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊരു അസുഖം വന്നിട്ട് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ആ ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അയാൾ എന്തിലൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത്. കാരണം എന്താണ്, ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് വേണം. കേരളത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനമാണ്. അവിടെ എക്സ്പീരിയൻസിനേക്കാളും നമ്മൾ ഏതൊരു കമ്പനിയിൽ ജോലിക്ക് പോയാലും ആദ്യം അവർ നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. ഇദ്ദേഹം ഇതിന് യോഗ്യനാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും എക്സ്പീരിയൻസ് നോക്കുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന് വളരെയേറെ ഒരു പ്രാധാന്യം ഉള്ളൊരു നാടാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം, ഇപ്പം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോയറിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ആദ്യം അദ്ദേഹം LLB ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആരെങ്കിലും പറയും ഇങ്ങനെ ഒരു ലോയർ ഉണ്ട്, അപ്പൊ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് ആദ്യം ബോർഡിൽ നോക്കുന്നത് ഇദ്ദേഹം ലോയർ ആണോ എന്നൊക്കെ ആയിരിക്കും. പിന്നെ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ത്, എത്ര വർഷമായി, ഇദ്ദേഹത്തിന് ഒരു കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഓൾറെഡി എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഫിനാൻഷ്യൽ മായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കോള് പറയുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന സ്ഥലത്തോട്ട് പോകുമെന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും അത് പറയുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കണം ആദ്യം. പലർക്കും അറിയാം, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് പറയാൻ കാരണം,
എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടെക്നിക്കലി ഡിപ്ലോമയും ITI ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സ്കൂള് എഡ്യൂക്കേഷനിലായിട്ട് ടെക്നിക്കൽ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനിലായിട്ട് ഞാൻ വെറും 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പാലാഴിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പാലാഴിയുടെ വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാളെ നമ്മൾ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ 100% അല്ല, 50% പോലും നമ്മൾ ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ഒന്നും, കാരണം ഫിനാൻഷ്യൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. നേരെ ഇനി അക്കുവിലോട്ട് പോവാം. അവിടെയാണ് 2022 ഫെബ്രുവരി 15-ാം തീയതി, ഫെബ്രുവരി 14-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 2022, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2022 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് മാർക്കറ്റ് പൊട്ടി വീണതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ആദ്യമായിട്ടൊരു ചാർട്ട് ഇട്ടിട്ട് എൻ്റെ ജീവിതം, ട്രേഡിംഗ് അനലൈസ് എന്നുള്ളൊരു ജീവിതം അവിടെ നിന്ന് തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഏകദേശം കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പൊക്കെ വിട്ടു. പിന്നെ വരുന്നത് 1.5 വർഷത്തിന് മുന്നേ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഷാനവാസ് സുലൈമാൻ എന്ന് പറയുന്ന ഷാനവാസ്കയുടെ ഗ്രൂപ്പിൽ എനിക്ക് അദ്ദേഹമായിട്ട് ഒരു പരിചയമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ എന്നെ അറിയുവാൻ തുടങ്ങിയത്. അന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയതും അല്ലെങ്കിൽ ഇതുവരെ എത്തിച്ചതൊക്കെ എന്ന് പറയുന്നത് ഷാനവാസ്കയാണ്. ഡെൽറ്റ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പും ഷാനവാസ്കയുമാണ്. അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ എനിക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്കും നല്ലൊരു സപ്പോർട്ട് ഷാനവാസ്ക തരുന്നുണ്ട്. അപ്പം ഈ 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, ഈ അക്കു റോളക്സിന്റെ മൾട്ടി മില്യൺ ഗ്രൂപ്പ് ആദ്യം ഒരു പടി തന്നു. രണ്ടാമത് അതിനേക്കാളും ഇച്ചിരി വലിയൊരു പടി ഡെൽറ്റ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പും ഷാനവാസ്കയും തന്നു. അപ്പം ഇതെല്ലാം കയറി വരുമ്പോഴും ഡെൽറ്റ ക്യാപിറ്റലിലുള്ള സമയത്ത് ഈ പാലാഴി എന്ന് പറഞ്ഞിട്ട് പലർക്കും റെക്കമെൻഡ് ചെയ്യും. പാലാഴിയുടെ വ്യൂ നോക്കൂ, അത് നോക്കൂ. ഒരിക്കലും ഞാൻ എന്നെ പൊക്കി പറയുന്നില്ല, ഓരോരുത്തരും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നതാണ്, ഇന്ന ആള് പറഞ്ഞു പാലാഴിയുടെ വ്യൂ ഒക്കെ നല്ലതാണ്, പാലാഴിയെ വിളിച്ചിട്ട് ആ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യും. അപ്പോൾ വിളിക്കുന്നവരൊക്കെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, അനലൈസ് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, പാലാഴി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ബാങ്കിങ് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്? അപ്പം ഞാൻ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ ഫീൽഡ് വേറെയാണ്, ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് 2004 ഞാൻ ദുബൈയിലാണ് എൻ്റെ ആദ്യമായിട്ട് 19.5-20 വയസ്സിനുള്ളിൽ ദുബൈയിലെത്തിയിട്ട് ഞാൻ ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പറായിട്ട് എൻ്റെ ജീവിതം തുടങ്ങിയതാണ് 2004. 2020 കൊറോണ സമയത്ത് ഞാൻ ദുബൈ വിടുന്ന സമയത്ത് ദുബൈ മോളിൽ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്നു. അതായിരുന്നു എൻ്റെ കരിയർ. അപ്പം ഇതിനിടയ്ക്കൊന്നും ഞാൻ വേറെ ഒരു ഫീൽഡിലും, ഇത്രയും വർഷം ഞാൻ ഇലക്ട്രിക്കൽ എന്നൊരു ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്തിട്ടാണ് പിന്നെ നാട്ടിൽ പോകുന്നത്. ഇതിനിടയ്ക്ക് നാട്ടിൽ മീൻ കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും വിശ്വസിക്കുക മാത്രമല്ല, ചിലപ്പോൾ മൂക്കത്ത് വിരൽ പോലും വെച്ച് പോകും. അങ്ങനെ ഒരു പാസ്റ്റ് കൂടി എനിക്കുണ്ട്. അതും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ജീവിതത്തിനിടയിൽ തന്നെ എന്ന് പറയാം, കാരണം ആ സമയത്താണ് ഞാൻ ഇത് പഠിക്കുന്നത് പോലും. അപ്പം ഇതൊക്കെ എന്നെ വിളിക്കുന്നവരുടെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്. പലരും അത് അക്സെപ്റ്റ് ചെയ്ത് ഇന്നും ഫോളോ ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. ഒരിക്കൽ ഡെൽറ്റ ക്യാപിറ്റലിൽ നിൽക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നൊരു ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാലാഴിയുടെ ഗ്രൂപ്പിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യണം, ഞാൻ ഇന്ന ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറാണ്. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ ഇപ്പം ലണ്ടനിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.
അപ്പം പുള്ളിയാണ് എന്നോട് ചോദിച്ചത്, പാലാഴി ലണ്ടനിലെ ബാങ്കിങ് സെക്ടറിലാണോ ജോലി ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല സാർ, ഞാനിവിടെ ഒരു ടെക്നീഷ്യൻ ആണോ എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പുള്ളി നെക്സ്റ്റ് ഡേ പുള്ളി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി. അത് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ ഗ്രൂപ്പിൽ നിന്ന് അറിയാണ്ട് ലെഫ്റ്റ് ആയതാണോ, ആഡ് ചെയ്യണോ? അല്ല പാലാഴി, എനിക്ക് ആ ഗ്രൂപ്പ് കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പൊ എനിക്ക് സംഭവം പിടികിട്ടി. കാരണം ഞാനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് വരയ്ക്കും ഉണ്ടായിരുന്ന ടോണിലല്ല പുള്ളിയുടെ പിന്നീടുള്ള സംസാരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ചിലരൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്നൊരു റിട്ടയർഡ് ബാങ്ക് മാനേജർ ഒരിക്കൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 മാസത്തോളം ഞാനുമായിട്ട് വളരെ വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് ഒരു ദിവസം ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പുള്ളി പിന്നെ ഇന്ന് വരയ്ക്കും മിണ്ടിയിട്ടില്ല. അപ്പം ഇത്തരം ചിന്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, MBBS കഴിഞ്ഞ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ LLB കഴിഞ്ഞ ഒരു ലോയറോ അല്ലെങ്കിൽ BCom MCom കഴിഞ്ഞ് ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഫിനാൻഷ്യൽ സെക്ടറിലുള്ള മാനേജേഴ്സും ഒക്കെ വെറും ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ അഡ്വൈസ് കേട്ടിട്ട് ട്രേഡ് ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് രാത്രി ഇരുന്നിട്ട്, ഞാൻ MCom കഴിഞ്ഞു അല്ലെങ്കിൽ MBBS കഴിഞ്ഞു, പാലാഴിയെ പോലുള്ള ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ അഡ്വൈസ് കേട്ടിട്ട് ചിലപ്പോൾ കുറ്റബോധം തോന്നാമായിരിക്കും. അപ്പം ഇത് പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പിലുള്ള പലരും വിശ്വസിച്ചിട്ട് പോലുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബ് ചാനലിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അതിനപ്പുറത്ത് എനിക്ക് ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വാളിഫിക്കേഷനുമില്ല. അപ്പം എൻ്റെ അനലൈസ് ഇനി കാണുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നാട്ടിൽ ഈ വ്യാജ ഡോക്ടർമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മുടെ വീടിനടുത്ത് ക്ലിനിക്ക് ഇട്ടേക്കുന്ന ഒരു ഡോക്ടറായിരിക്കും, ബോർഡൊക്കെ വെച്ചിരിക്കും MBBS. നമുക്ക് ചിലപ്പോൾ നല്ല ചികിത്സ തരുന്ന ഒരു ഡോക്ടറായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര വിശ്വാസം കാണും, ഡോക്ടർ തരുന്ന മരുന്നുകളെല്ലാം നന്നായിട്ട് വലിക്കുന്നുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്കാം വന്നിട്ട് ഡോക്ടറിനെ പൊക്കുകയാണ് പോലീസ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെത് വ്യാജ MBBS ആയിരുന്നു, വ്യാജ ഡോക്ടർ ആയിരുന്നു എന്ന്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് അവരിൽ നിന്ന് പോകും. അപ്പം നാളെ ചിലപ്പോൾ സംഭവിച്ചുകൂടാന്നില്ല, ചിലപ്പോൾ നാളെ എന്നെക്കുറിച്ച് ഒരു ആരോപണം വരുന്ന സമയത്തായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ആലോചിക്കുന്നത്, പാലാഴി എന്നാലും ഇങ്ങനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അത്തരത്തിലൊരു തെറ്റിദ്ധാരണ നാളെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഞാനിതൊക്കെ നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു 3 വർഷം, ഞാൻ ഈ 3 വർഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ 100% തൃപ്തനാണ് ഈ ഒരു ഫീൽഡിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ തുടങ്ങുന്നത് ഷാരൂഖ് ഷംസുദ്ദീൻ്റെ, ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷാരൂഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചു തുടങ്ങുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 5 പേരുടെ വീഡിയോ കാണാറുണ്ട്. ഈ 5 പേരുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടും. അതിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ പോലും നിങ്ങൾ പ്രീ മാർക്കറ്റ് പോയിട്ട് മറ്റു കുറേ വീഡിയോകളുണ്ട്, നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ ഞാൻ ഒരിക്കലും മറ്റൊരു യൂട്യൂബറിൽ നിന്ന് കോപ്പി അടിച്ച് എൻ്റെ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അനലൈസ് ഞാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്കകത്ത് കാണും. കാരണം നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവർ ആ ഒരു വീഡിയോയിൽ ഇപ്പൊ ഞാൻ ഒരാളുടെ ഒരു EMI അല്ലെങ്കിൽ ഒരു CPRന്റെ ഒരു വീഡിയോ അതേപോലെ എടുത്തു വെച്ച് ഞാൻ കോപ്പി ചെയ്യാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു
ഒരു സബ്ജക്റ്റിന്റെ ഒരു 100 വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 90 വീഡിയോകളും ഒരേ പാറ്റേണിലായിരിക്കും. ഈ 90 വീഡിയോയിലും പറയുന്നത് ഒരേ കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കും. കാരണം എന്താണ്, അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ പോയിട്ട് ഒരു വീഡിയോ കാണും, അതേപോലെ ഇവിടെ വന്ന് അവതരിപ്പിക്കും. പക്ഷെ അതിന്മേൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ തൃപ്തനാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ വീഡിയോ സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ്, ഏകദേശം 1 വർഷം 10 മാസത്തോളം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CPR-നെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നാലും, ഓപ്പൺ ഇൻട്രസ്റ്റ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് മലയാളത്തിൽ അത്രയ്ക്കും ഡീപ്പ് അനലൈസ് ചെയ്ത ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. ആ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വീഡിയോ ഞാൻ ഏകദേശം ഒരു 8 മാസത്തോളം അതിനെക്കുറിച്ച് പഠിച്ച്, അതൊരു വെറൈറ്റി ആയിട്ടാണ് ആ ഒരു രീതി ഇപ്പോഴും ഞാൻ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം, ഞാൻ ഈ ഒരു മേഖലയിൽ എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നെ ഫോളോ ചെയ്യുന്നവർ നാളെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യാജനയാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം, ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് വിട്ടിട്ട് പോകാം. അതൊന്നും എന്നെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല. കാരണം ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് 5 പൈസയുടെ നേട്ടമില്ല. യൂട്യൂബിൽ നിന്ന് ചിലപ്പം റവന്യൂ കിട്ടും, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള, ഞാൻ ആരെയും പറ്റിക്കുകയോ അങ്ങനത്തെ ഒരു സപ്പോർട്ട് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കൂടുതൽ കിട്ടും. നമുക്ക് അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ മറ്റുള്ളവർ തിരുത്തി തരും. അത്തരം ഒരു വേദിയായിട്ടാണ് ഞാൻ യൂട്യൂബിനെയും വാട്സപ്പ് ഗ്രൂപ്പുകളെയൊക്കെ കാണുന്നത്. കാരണം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെക്കാളും കഴിവുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കാളും അറിവുള്ളവരുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും തെറ്റോ കുറ്റമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി തരും. അവിടെ നമുക്ക് തെറ്റുകൾ തിരുത്തുവാനും നമുക്കൊരു കോൺഫിഡൻറ്റ് കൂടുവാനുമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാണുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ എന്നെ പിന്തുടരാണ്ടിരിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ട്രേഡിംഗ് ജീവിതം എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം അന്ന് മുതൽ ഇന്ന് വരെ എന്നെ പിന്നിൽ നിന്ന് പിന്തുണച്ചവരുണ്ട്, കുത്തിയവരുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാനിതിൽ വരാൻ കാരണക്കാരനായിട്ടുള്ള എൻ്റെ സജി ചേട്ടൻ, പിന്നെ രണ്ടാമത് മൾട്ടി മില്യൺ എന്ന ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതിൻ്റെ അന്നത്തെ അഡ്മിനായിരുന്ന അക്കു റോളക്സ് 2, പിന്നെ ഷാനവാസ്. ഈ 3 പേരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.